9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ഭാഗം. കഴിഞ്ഞ വീഡിയോയിൽ ഈ നാടകം നമ്മൾ പഠിച്ചു. അതിൻ്റെ ശേഷമുള്ള തംരീൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നുഇദ് വസ്ഫൻ ലി ഷഖ്സിയാത്തിൽ ആത്തിയ. താഴെയുള്ള ക്യാരക്ടേഴ്സിന് ഡിസ്ക്രിപ്ഷൻ നൽകാം, അതായത് ഒരു വിവരണം തയ്യാറാക്കാം ക്യാരക്ടേഴ്സിൻ്റെ. ഏതൊക്കെ ക്യാരക്ടേഴ്സിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നാടകത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പേരും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് അൽ ഖാലി, ജഡ്ജ് അല്ലേ. ജഡ്ജിൻ്റെ വിവരണം എന്താണ്? ഉംറുഹു 50 സനത്തൻ, അദ്ദേഹത്തിൻ്റെ പ്രായം 50 വയസ്സാണ്. വഹുവ ഫി സിയിൽ ഹാക്കിമി, അദ്ദേഹം ന്യായാധിപൻ്റെ വേഷത്തിലാണുള്ളത്. സി വേഷം, അൽ ഹാക്കിം ന്യായാധിപൻ. അമാമഹു ത്വാവില, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ത്വാവിലത്ത്, ഒരു ടേബിളുണ്ട്. വഹുവ യജ്ലിസു അലൽ മിനസ്വത്തി, അദ്ദേഹം ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. യുവാജിഹുൽ ഹഫ്ല, സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ അൽ മുദ്ദഇ, വാദി. വാദി ആരായിരുന്നു? ഖത്രത്തുൽ മായി, വെള്ളത്തുള്ളിയാണല്ലേ. അതുകൊണ്ട് ഖത്രത്തുൽ മായി എന്ന് തന്നെ എഴുതിയാൽ മതി, മറ്റുള്ള വിശദീകരണം ആവശ്യമില്ല. പിന്നെ അൽ മുത്തഹം, പ്രതി. മുത്തഹം ആരാണ്? ഷാബുൻ, ഒരു യുവാവാണ്. ഉംറുഹു 30 സനത്തൻ, അദ്ദേഹത്തിൻ്റെ പ്രായം 30 വയസ്സാണ്. സിയുഹു ഖമീസും വ ബന്തലൂൻ, അയാളുടെ വേഷം ഖമീസും വ ബന്തലൂൻ, പാൻറ്റും ഷർട്ടുമാണ്. ഖമീസ് ഷർട്ട്. പിന്നെ യഖിഫു ഫി ഖഫസുൽ ഇത്തിഹാം, അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. ഖഫസുൽ ഇത്തിഹാം മീൻസ് പ്രതിക്കൂട്ട്. ഇനി അഷാഹിദുൽ അവൽ, ഒന്നാമത്തെ സാക്ഷി, ദ ഫസ്റ്റ് വിറ്റ്നസ് ആരായിരുന്നു? അസുംബൂർ, ടേപ്പാണ് അല്ലേ. അതിനും പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ല. അഷാഹിദു സാനി, രണ്ടാമത്തെ സാക്ഷി ആരാണ്? ക്യാമറ അദക്ക ഇലിസ്നായി, AI ക്യാമറയാണ്. അതും അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. ഇനി നഖറ ഉൽ ആയത്തൽ കരീമത്ത, നമുക്ക് ആ ആയത്ത് വായിക്കാം. വനഫ്ഹമു മആനിഹ, എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാം. സുമ്മന തഹദ്ദസു അൻ സൂഇ ഇസ്തിഹ്ലാക്കിൽ മായി, പിന്നെ വെള്ളം പാഴാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഫിൽ മുനാസബാത്തിൽ മുഖ്തലിഫത്തി, വിവിധ സന്ദർഭങ്ങളിൽ. വനു എദ്ദുഹ, എന്നിട്ടത് തയ്യാറാക്കാം. അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വെള്ളം പാഴാക്കപ്പെടുന്നത് എന്ന് താഴെ എഴുതാം. ആയത്ത് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്ററൊക്കെയാണല്ലേ. ഒരുപാട് വെള്ളം പാഴാക്കുന്ന കാര്യങ്ങൾ ഈ ചിത്രത്തിലുള്ളത്. ഇവിടെ ഉള്ള ആയത്ത് വായിച്ച് നോക്കാം. വക്കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, എന്നാൽ ദുർവ്യയം ചെയ്യരുത്. അതായത് അമിതമായി ഉണ്ടാക്കുകയും അമിതമായി എടുക്കുകയും എന്നിട്ടത് കളയുകയും ചെയ്യുക, അതാണ് ദുർവ്യയം ചെയ്യൽ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് അള്ളാഹു ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് ആയത്ത്. അപ്പോൾ ധൂർത്ത് അല്ലെങ്കിൽ ദുർവ്യയം എന്നത് വളരെ മോശമായ കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. അത് എന്തിലായാലും, വെള്ളത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അമിതമാകാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം. ഇനി ഇവിടെ 3 സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഏത് അവസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം പാഴായി പോകുന്നത് എന്ന് നമുക്കിവിടെ എഴുതാം. ഫിൽ മദാരിസ്, സ്കൂളുകളിൽ വെള്ളം കൂടുതലായും പാഴായി പോകുന്നത് എപ്പോഴാണ്? ഫി വക്തിൽ ഗദാഇ, ലഞ്ച് സമയത്താണ് അല്ലേ, ഉച്ചഭക്ഷണ സമയത്താണ് സ്കൂളുകളിൽ കൂടുതലായിട്ട് വെള്ളം പാഴാകുന്നത്. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് അനാവശ്യമായി വെള്ളം പാഴാക്കുന്നൊരു പ്രവണത ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഫിൽ ബുയൂത്ത്, വീടുകളിലാണെങ്കിലോ, വീടുകളിൽ ഒരുപാട് അവസരങ്ങളിൽ വെള്ളം പാഴാകുന്നതാണല്ലേ. കോമൺ ആയിട്ട് ഇന്ദൽ ഓസലി, കുളിക്കുമ്പോൾ ആവശ്യത്തിലധികം വെള്ളം എടുക്കാറുണ്ട് പലരും, അത് പാടില്ല. അതേപോലെ പിന്നെ ഇന്ദ തൻലീഫി, വൃത്തിയാക്കുമ്പോൾ പലതും വൃത്തിയാക്കാറുണ്ട് അല്ലേ. വീട് വൃത്തിയാക്കും, വാഹനം വൃത്തിയാക്കും, അങ്ങനെ എന്ത് വൃത്തിയാക്കുമ്പോഴും ആവശ്യത്തിലധികം വെള്ളം എടുക്കും, അതും പാടില്ല. ഫിൽ മസാജിദ്, പള്ളികളിലാണെങ്കിലോ ഇന്ദൽ വൊലു ചെയ്യുമ്പോഴാണ് അനാവശ്യമായി വെള്ളം ചിലവഴിക്കുന്നത്. ഓക്കെ. നുമസിലു ഹാദിഹി തംസീലിയത്ത, ഈ നാടകം നമുക്ക് അഭിനയിക്കാം. വനുസജ്ജിലു വീഡിയോ ലഹ, എന്നിട്ട് അതിൻ്റെ വീഡിയോ തയ്യാറാക്കാം. ബഅദ ഇന്തിഹാഇൽ ഇജ്റാഅത്തിൽ മഹ്കമിയത്തി,
കോടതി പ്രൊസീജിയേഴ്സിന് ശേഷം ഖറജൽ മുത്തഹമു വൽ മുദ്ദഇ മിനൽ മഹക്കമത്തി, വാദിയും പ്രതിയും കോടതിയിൽ നിന്നും പുറത്തിറങ്ങി. ഫദാറ ബൈനഹുമ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. നതഖയ്യലു വനുഅദ്ദുൽ ഹിവാറ, ആ ഹിവാറ നമുക്ക് സങ്കല്പിച്ച് തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അൽ മുത്തഹമാരായിരുന്നു ഒരു യുവാവാണ് അല്ലേ, മുദ്ദഇ വെള്ളത്തിൻ്റെ തുള്ളിയാണ്. അപ്പോൾ അൽ മുത്തഹം മുദ്ദഇയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആ മുദ്ദഇയോട് പറഞ്ഞു, ഫഹിംതു ലിയൗം ഖതഇ, ഇന്നെനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഫഹിംതു, എനിക്ക് മനസ്സിലായി, അല്യവും ഇന്ന്, ഖതഇ എൻ്റെ തെറ്റ്. ഫഅഫു അന്നി യാ സുദീഖി, അതുകൊണ്ട് എനിക്ക് പുറത്തു തരൂ കൂട്ടുകാരാ. അൽ മുദ്ദഇ ഹസനൻ, ഓക്കെ, നല്ലത് തന്നെ. അൽ ഇഅ്തിറാഫു ബിദംബി ജയ്യിദുൻ, കുറ്റം അംഗീകരിക്കൽ, കുറ്റം തിരിച്ചറിയൽ, എന്നിട്ട് അത് ഏറ്റുപറയൽ, ജയ്യിദുൻ, അത് നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടായാൽ അത് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകണം, അത് സമ്മതിക്കാൻ തയ്യാറാകണം. എന്നാൽ നമ്മുടെ വില കൂടുകയുള്ളൂ, കുറഞ്ഞു പോവുകയില്ല. അൽ മുത്തഹം, നാം, അതെ. അൽ ആൻ അഷ്റു ബിന്നദമി, ഇപ്പോൾ എനിക്ക് ഖേദം തോന്നുന്നു. ഫി ആദാത്തി അസയ്യത്തി, എൻ്റെ മോശമായ ശീലങ്ങളിൽ. എനിക്ക് പല മോശമായ ശീലങ്ങളും ഉണ്ടായിരുന്നു, വെള്ളം അമിതമായി ചിലവഴിക്കുന്ന ശീലങ്ങളൊക്കെ അല്ലേ, അതിലൊക്കെ എനിക്കിന്ന് ഖേദം തോന്നുന്നു. അൽ മുദ്ദഇ, ഇദൻ അലൈക അൻ തുഗയ്യിറ ആദാത്തിക, അപ്പോൾ നീ എന്ത് ചെയ്യണം, നിൻ്റെ മോശമായ ശീലങ്ങളൊക്കെ മാറ്റണം. അലൈക്ക, നിൻ്റെ മേൽ നിർബന്ധമാണ്, അൻ തുഗയ്യിറ, മാറ്റൽ, ആദാത്തിക്ക, നിൻ്റെ ശീലങ്ങൾ അല്ലേ, ശീലങ്ങളൊക്കെ മാറ്റണം. അൽ മുത്തഹം, ത്വബാൻ, തീർച്ചയായും. അനവാസിക്കുൻ ബി അന്നനി അഖ്ദിറു അലൈഹി, അതെനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അനവാസിക്കുൻ, എനിക്കുറപ്പുണ്ട്. ബി അന്നനി അഖ്ദിറു അലൈഹി, എനിക്കതിന് കഴിയുമെന്ന്, അതായത് മോശമായ ശീലങ്ങളൊക്കെ മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അൽ മുദ്ദഇ, ഫലാ തൻസ, നീ മറക്കരുത്, മസ്ഊലിയത്തക ഫി ഹിഫ്ലിൽ മിയാഹി, വെള്ളം സംരക്ഷിക്കുന്നതിലുള്ള നിൻ്റെ ഉത്തരവാദിത്തം. ഫലാ തൻസ മസ്ഊലിയത്തക, നീ നിൻ്റെ ഉത്തരവാദിത്തം മറക്കരുത്. ഫി ഹിഫ്ലിൽ മിയാഹി, വെള്ളം സംരക്ഷിക്കുന്നതിൽ, അപ്പോൾ ജലം പാഴാക്കാതെ സംരക്ഷിക്കണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് നീ മറക്കരുത്. അൽ മുത്തഹം, നാം, അതെ. സ അക്കൂമുന്ന ബി മസ്ഊലിയാത്തി, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. സ അക്കൂമുന്ന, ഞാൻ നിർവഹിക്കും. ബി മസ്ഊലിയാത്തി, എൻ്റെ ഉത്തരവാദിത്തം. സ അക്കൂമുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും, ഉറപ്പായാലും ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും എന്ന് പറയുന്നതിനാണ് ന എന്ന് ചേർക്കുന്നത്. അൽ മുദ്ദഇ ഹസനൻ, ഓക്കെ, വഫഖക അല്ലാഹു അലാ ദാലിക, അല്ലാഹു അതിന് നിന്നെ അനുഗ്രഹിക്കട്ടെ. അൽ മുദ്ദഹം, ശുക്രൻ, താങ്ക് യു സുദീഖി, അഫ്വൻ, ഓക്കെ. അങ്ങനെ ഒരു സംഭാഷണം തയ്യാറാക്കാം. ഇനി നുലാഹിലുൽ കലിമാത്തിൽ മുലവനത്ത, കളറ് നൽകപ്പെട്ട വാക്കുകൾ നമുക്ക് നോക്കാം. ഫി തസ്രീഹാത്തിൽ ആത്തിയത്തി, താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ, താഴെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിറം നൽകപ്പെട്ട 2 വാക്കുകളുണ്ട്, അവ നമുക്ക് നിരീക്ഷിക്കാം. വനഖ്താർ മിന തംസീലിയത്തി കലിമാത്തിൽ ഹാലിൽ മുമ്മാസിലത്തി, എന്നിട്ട് നാടകത്തിൽ നിന്നും അതേപോലെയുള്ള ഹാലിൻ്റെ വാക്കുകൾ കണ്ടെത്താം. ഇത് ഹാലിൻ്റെ വാക്കുകളാണ്. ഹാല് എന്നാൽ അവസ്ഥ, അതായത് ഒരു ഫെയില് ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്നയാളുടെ അല്ലെങ്കിൽ ചെയ്യുന്നയാളുടെ അവസ്ഥ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ് ഹാല് എന്ന് പറയുക. ഈ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. യൽതഫിത്തുൽ ഖാലി ഇലൽ മുത്തഹമി ജിദ്ദിയൻ, ഖാലി പ്രതിയിലേക്ക് ഗൗരവത്തോടെ നോക്കി. യൽതഫിത്തുൽ ഖാലി, ഖാലി തിരിഞ്ഞു നോക്കി. ഇലൽ മുത്തഹം, പ്രതിയിലേക്ക്. ജിദ്ദിയൻ, ഗൗരവത്തോടെ. അങ്ങനെ ഗൗരവത്തോടെ, സന്തോഷത്തോടെ, വിഷമത്തോടെ, പേടിയോടെ, അങ്ങനെ പറയുന്നതിനാണ് ഹാൽ എന്ന് പറയുക. അതൊക്കെ ആ ചെയ്യുന്ന ആളുടെ അവസ്ഥയാണ് അല്ലേ, ഇവിടെ ഖാലിയുടെ അവസ്ഥയാണത്, ജിദ്ദിയൻ, ഗൗരവത്തോടെ എന്നത്. അങ്ങനെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഹാലുകൾ. ഇതെപ്പോഴും നസ്ബ് ചെയ്യപ്പെട്ട വാക്കുകളായിരിക്കും, ഇസ്മുകളായിരിക്കും. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. യൻദുറുൽ മുത്തഹമു ഇലൽ ഖാലി ഖലിക്കൻ, മുത്തഹം, പ്രതി, ഖാലിയെ അസ്വസ്ഥതയോടെ, സങ്കടത്തോടെ നോക്കുന്നു. ഇവിടെ ഖലിക്കൻ, അസ്വസ്ഥതയോടെ എന്നത് ഈ മുത്തഹമിൻ്റെ അവസ്ഥയാണ്, ഹാലാണ് അല്ലേ, അസ്വസ്ഥതയോടെയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഹാലുകൾ. ഹാലുകൾ എപ്പോഴും നസ്ബ്, മൻസൂബായിരിക്കും, നസ്ബ് ചെയ്യപ്പെട്ട വാക്കുകളായിരിക്കും. കലിക്കുന്നോ എഴുതരുത്, കലിക്കൻ എന്ന് തന്നെ എഴുതണം. അതേപോലെ ജിദ്ദിയൻ എന്ന് എഴുതണം. ഇതേപോലെ ഹാലുള്ള സെൻറ്റൻസുകൾ നമുക്ക്
ഈ നാടകത്തിൽ നിന്നും കണ്ടുപിടിക്കാം. നോക്കാം. തുടക്കം മുതൽ ഉണ്ടല്ലേ. ജിദ്ദിയൻ, ഗൗരവത്തോടെ. ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഹാലുകളാണ്. അൽ മുദ്ദഇ, മുദ്ദഇ ഗാലിബൻ, അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലേ. അപ്പോൾ ഖാലൽ മുദ്ദഇ ഗാലിബൻ, മുദ്ദഇ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ അൽ ഖാദി ജിദ്ദിയൻ, ഇവിടെ ഖാലൽ ഖാദി ജിദ്ദിയൻ ഗൗരവത്തോടെ പറഞ്ഞു. അൽ മുദ്ദഇ ഖാലിയൻ വിനയത്തോടെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഫീൽ വെച്ചാൽ മതി അല്ലേ. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. വിനയത്തോടെ പറഞ്ഞു. അൽ ഖാദി മുത്തഅക്കിദൻ, ഉറച്ചുകൊണ്ട് എന്താ പറയുക, ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഖാല മുത്തഅക്കിദൻ. ഇവിടെ ജാഹിദൻ മീൻസ് നിഷേധിച്ചുകൊണ്ട്. ഖാലൽ മുത്തഹമു ജാഹിദൻ, മുത്തഹമ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അൽ ഖാദി ഗാലിബൻ ലിൽ മുത്തഹമി, ദേഷ്യപ്പെട്ടുകൊണ്ട്, മുത്തഹമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉസ്മുത്ത് അല്ലേ. ഖാലൽ ഖാദി ഗാലിബൻ, ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഹാഇറൻ അല്ലേ. ഖാലൽ മുത്തഹമു ഹാഇറൻ, വെപ്രാളപ്പെട്ടുകൊണ്ട്, പേടിച്ചുകൊണ്ട് പറഞ്ഞു. മുഷീറൻ, ഖാലൽ മുദ്ദഇ മുഷീറൻ ഇല സുംബൂരി, സുംബൂറിലേക്ക് ചൂണ്ടിക്കൊണ്ട് മുഷീറൻ. അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഏത്, പിന്നെ ഇതാ ഇവിടെയൊക്കെ ഉണ്ടല്ലേ. ആ വാക്കുകളൊക്കെ ഹാലുകളാണ്. മുസ്തഈനൻ, സഹായം തേടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, ഇതോടെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കാം.